നമസ്കാരം. ലോകത്തിന്റെ എവിടെ ചെന്നാലും ഒരു മലയാളിയെങ്കിലും കാണും. കാരണം എന്തെന്നറിയോ? നമുക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വളരെ കൂടുതലായതുകൊണ്ടാണ്. നമ്മുടെ വോട്ട് എല്ലാവർക്കും വേണം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഞാനൊരു പ്രവാസിയാണ്. ഞങ്ങൾക്ക് നാട്ടിലോട്ട് വരണമെങ്കിൽ, കുടുംബമായിട്ട് നാട്ടിലോട്ട് വരണമെങ്കിൽ ടിക്കറ്റ് ചാർജസ്, നോർമലായിട്ടുള്ള ടിക്കറ്റ് ചാർജസിന്റെ ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയും വരെയാവുന്ന സീസണുകളുണ്ട്. ഈ സമയത്ത് വിമാന കമ്പനികളെ കൺട്രോൾ ചെയ്യാൻ കേന്ദ്രമോ കേരളമോ ഒന്നും ചെയ്യുന്നില്ല. കേരളത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. പക്ഷേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുക, കേന്ദ്രത്തിന് നിവേദനം കൊടുക്കുക. നമുക്ക് വേണ്ടി സംസാരിച്ച ഏതെങ്കിലും ഒരു മിനിസ്റ്ററെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA-നെ ഏതെങ്കിലും ഒരു MP-നെ പറഞ്ഞുതരാൻ പറ്റും. എല്ലാവർക്കും NRAയുടെ പൈസ മതി, NRA കൊണ്ടുവരുന്ന കുപ്പി മതി. ആർക്കും NRAയുടെ വിഷയങ്ങൾ അറിയണ്ട. ഒരു വർഷത്തോളം ഇവിടെ കിടന്ന് ജോലി ചെയ്തിട്ട് അതിൽ കരുതി വെക്കുന്ന സേവിങ്സ് എല്ലാം വിമാന കമ്പനികൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് കേന്ദ്രത്തിനോ കേരളത്തിനോ സംസ്ഥാനത്തിനോ കിട്ടുന്ന ലാഭത്തിന്റെ കണക്കുകൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കി. കേരളത്തിനൊന്നും കിട്ടുന്നില്ല. പക്ഷെ കേന്ദ്രത്തിന് കിട്ടുന്നത് വെറും തുച്ഛമായ പൈസയാണ്. ഒരു 45,000 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 1000 രൂപ ടാക്സ് ഇനത്തിൽ കേന്ദ്രത്തിന് കിട്ടുന്നുള്ളൂ. പിന്നെ ഇവർ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്ത് കണ്ടിട്ടാണ് വിമാന കമ്പനികളെ ഇങ്ങനെ കയറൂരി വിടുന്നത്? നമുക്കെല്ലാവർക്കും ലീവ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് കുട്ടികളുടെ എല്ലാം സ്കൂൾ അവധിക്കാണ് നാട്ടിൽ പോകാൻ പറ്റുക. സ്കൂൾ അവധിക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ സാധാരണ സമയത്ത് 400-450 ദർഹം ഉണ്ടാകുന്ന ടിക്കറ്റ് 1600 to 1700, ചില സമയങ്ങളിൽ 2500 വരെ പോകുന്നുണ്ട്. ഇതൊക്കെ തടയിടാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഇതാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ലല്ലോ. ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള എയർലൈൻസ് എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ, ഇതിലും എല്ലാത്തിലും ടിക്കറ്റ് റേറ്റ് ഭയങ്കര ഹൈ തന്നെയാണ്. ഇത് നിയന്ത്രിക്കണം. നമുക്കാർക്കും വന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും നമ്മളുടെ വോട്ടിന്റെ വിലയില്ലാത്തത്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തത്. ശബ്ദം ഉയർത്തണം. നമ്മളും ചോദിക്കണം. നമുക്കും കുടുംബങ്ങളുണ്ട് നാട്ടിൽ. നമ്മളെ കുടുംബങ്ങളും വോട്ട് ചെയ്യണം. സംസാരിക്കും, അല്ലെങ്കിൽ ചോദിക്കും. താങ്ക് യു.